ഹായ് ഓൾ. അപ്പോൾ ഉറക്ക ഗുളികയെ ആശ്രയിക്കേണ്ടി വരുന്നവരുടെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചൂട് കാലവുമാണ്. ഈ ഒരു കാലാവസ്ഥയിൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഉറക്ക ഗുളിക ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലേ ഡോക്ടറെ എന്ന് ചോദിച്ചു ഒരുപാട് കേസസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്താണ് ഉറക്കത്തിന് ഇത്ര പ്രാധാന്യം? ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം ആയുർവേദത്തിൽ പറയുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ താങ്ങുന്ന 3 തൂണുകളിൽ ഒരു പ്രധാന തൂണാണ് നിദ്ര. നിദ്രായത്തം സുഖം ദുഃഖം ഋഷ്യത ക്ലീബത ജ്ഞാനമജ്ഞാനം ജീവിതം നച. നിദ്രായത്തം അതായത് ഉറക്കത്തിലൂടെയാണ്. ഉറക്കമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ തീരുമാനിക്കുന്നത്. വൃഷത ക്ലീബത, വൃഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി, അതും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജ്ഞാനം അജ്ഞാനം അല്ലേ? നമുക്കറിയാം, നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാൽക്കുലേഷൻ പവറിലെ, നമ്മുടെ ഓർമ്മശക്തിയെ, ഒരുപാട് കാര്യങ്ങളെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്തിനെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ? അപ്പം നമുക്ക് കുട്ടിക്കാലം തൊട്ട് വളരുന്ന വരെയുള്ള ശരീരത്തിലുള്ള മാറ്റങ്ങൾ നോക്കാം. അപ്പോൾ ജനിച്ചു വീഴുന്ന നവജാത ശിശുക്കളെന്ന് പറയുമ്പം നമുക്കറിയാമല്ലേ, അവർ 2-3 മാസങ്ങളിൽ നന്നായിട്ട് തന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉറക്കമാണ് അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, അവരുടെ ശരീരത്തിൻ്റെയും അവരുടെ ഞരമ്പുകളുടെയും ഒക്കെ പ്രവർത്തനത്തിന് പിൽക്കാലത്ത് അത് പ്രവർത്തിക്കുന്നത്. ഇനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് വലുതായി കാണുമ്പോൾ എല്ലാ വീട്ടുകാരും പറയാറുണ്ട്, ഇതൊന്ന് ഉറങ്ങി കണ്ടാൽ മതിയായിരുന്നു എന്ന് അല്ലേ? അത് അവരത്ര ആക്റ്റീവാണ്. ഇപ്പം നമ്മളായിട്ട് ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് അതവർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഉറക്കം തൂങ്ങി പല പിള്ളേരും ഇത് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്ന വളരെ സങ്കടകരമായ അവസ്ഥ. ഈ ഒരു അവസ്ഥ നമുക്കൊന്ന് മാറ്റി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാത്രി കിടക്കുന്നതിന് മുന്നേ എന്താ ചെയ്യാൻ പറ്റുക? ഇവർക്ക് ബുക്സിനോട് സ്നേഹമില്ല എന്ന് പറയുന്നത് ഒരു കാര്യമല്ല. നമ്മളാണ് അവർക്ക് ആ ബുക്സിനുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം നമ്മളൊരു ബുക്കൊക്കെ വായിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള കഥകളൊക്കെ വായിച്ചു കൊടുക്കുന്നത് അവരുടെ മനസ്സിൽ ആത്മവിശ്വാസം കൂടാൻ വേണ്ടിയിട്ടും, ഭാവിയിൽ ഡിപ്രഷൻ, സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കഥകൾ അവർക്ക് ഒരുപാട് കാര്യം, നമ്മൾ ഈ കുട്ടിക്കാലത്ത് കേൾക്കുന്ന കഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അത് നമ്മുടെ മൈൻഡിലെ നമ്മുടെ സങ്കടങ്ങളെയൊക്കെ മാറ്റാനും നാളെ നല്ലത് വരും എന്നൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഈ കഥ പറയുന്നതിലൂടെ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ശീലം നമ്മൾക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനി കൊച്ചു കുട്ടികളെന്ന് പറയുമ്പം പലപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കളുടെ കൂടെ കിടക്കുന്ന കുട്ടികൾ. അപ്പോൾ ഇവരെ ഒന്ന് മാറ്റി കിടത്തി കഴിയുമ്പം ആദ്യമൊക്കെ ചില കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്? അവർക്ക് ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അവരെ വിളിച്ച് അവരുടെ അടുത്ത് നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ നമ്മളുണ്ടെന്ന് പറയുമ്പം അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഉള്ളിൽ എന്തെങ്കിലും പേടി തട്ടിയിട്ടുണ്ട് എങ്കിൽ ഒരു ഡോക്ടറുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പം നിങ്ങൾക്കും ഒടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികളും രാത്രി വളരെ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ വൈകി കോളേജിലെത്തുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പറയും എനിക്ക് രാത്രിയെ പഠിക്കാൻ പറ്റൂ എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ PCOD, ഹൈ BP, ബ്ലഡ് ഷുഗർ, ഫാറ്റി ലിവർ, ഒബീസിറ്റി ഇതിൻ്റെ എണ്ണവും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, മൂക്കടപ്പ്, ജലദോഷം, തലവേദന ഇതെല്ലാം എന്തുകൊണ്ട് ഈ ഒരു ഒറ്റ കാര്യവുമായിട്ട് ലിങ്ക് ചെയ്തുണ്ടാവുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, രാത്രി നമ്മൾ കിടക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ്സിൻ്റെ എല്ലാ റെഗുലേഷനും നടക്കുന്നത്. അതായത് നമ്മളുടെ പകൽ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ടിഷ്യൂസിനും സെൽസിനും നടക്കുന്നുള്ള ഇഞ്ചുറി എല്ലാം രാത്രി സമയത്താണ് റിപ്പയർ ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് നടക്കുന്നില്ലെങ്കിലോ, സ്ഥിരമായിട്ട് രാത്രി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പതുക്കെ ആ ശീലം നിങ്ങൾ മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് കഴിഞ്ഞ് നമ്മളൊരു ജോലിയിലേക്ക് കയറി കഴിയുമ്പം പലരും പറയാറുണ്ട് ജോലിയുടെ സ്ട്രെസ്സും ടെൻഷനും കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതിനെപ്പറ്റി. ജീവിതത്തിൽ നമ്മളൊരു അടുക്കും ചിട്ടയും ആക്കിയെടുക്കണമെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുക, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യുക. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾക്ക് നമ്മളോട് തന്നെ നമ്മൾ ഓരോ പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മളൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പം ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പം അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ വേണ്ടി പറ്റും? കൃത്യമായി നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളിതൊന്നും ബാധിക്കാൻ പോകുന്നില്ല.
അപ്പം ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ എന്ത് കാര്യം നിങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്ത് തീർക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതുക. സങ്കടങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തീർക്കുക. അല്ലാതെ എന്ത് സങ്കടമോ എന്ത് വിഷമോ വന്നാൽ ഉടനെ ഓടിപ്പോയി ഉറക്ക ഗുളിക വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്. വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ ഒരു കൗൺസിലിങ്ങോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഹെൽപ്പോ നിങ്ങൾക്ക് തേടാവുന്നതാണ്. എന്നിട്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇനിയും പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സ്ലീപ്പ് ഹൈജീൻ. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് സ്ലീപ്പ് ഹൈജീൻ? നേരത്തെ കിടക്കുക. നേരത്തെ കിടന്നാൽ മാത്രം പോരാ, നമ്മൾ ഉറങ്ങുകയും വേണം അല്ലേ? പലരും പറയാറുണ്ട് എനിക്ക് മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാലേ ഉറക്കം വരികയുള്ളൂ. ഉറക്കം വരികയല്ല ചെയ്യുക. ശരിക്കും ഈ മൊബൈലിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മെലാറ്റോണിൻ സെക്രീഷനെ കുറയ്ക്കുന്നു. മെലാറ്റോണിൻ സെക്രീഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അടുത്ത ദിവസം രാവിലെ നമ്മൾ നല്ല ക്ഷീണത്തോടു കൂടിയായിരിക്കും എഴുന്നേൽക്കുക. രാവിലെ തൊട്ട് നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം, സങ്കടം, സ്ട്രെസ്സ്, തലവേദന, എപ്പോൾ നോക്കിയാലും നമ്മുടെ ബോഡീസിൻ്റെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ്. ഇപ്പോൾ ആരെ കണ്ടാലും നമുക്ക് കാണാൻ പറ്റുമല്ലേ? അതേസമയം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിലോ നമുക്കൊരു അറേഞ്ച്മെൻറ്റോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. 9 മണി എന്നൊരു സമയത്താണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഡെയിലി 9 മണിക്ക് കിടക്കുക. 9:30 ആണെങ്കിൽ 9:30ക്ക് കിടക്കുക. ഒരു കാരണവശാലും 12 മണി 1 മണി ആ ഒരു സമയത്ത് കിടക്കാൻ നിൽക്കരുത്. രണ്ടാമത്, പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ് പലരും നെറ്റ്ഫ്ലിക്സ് സീരീസ് അതുപോലെ തന്നെ ആയാലും സിനിമ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സമയം നമ്മളുടെ ഉറക്കത്തിൻ്റെ ടൈമാണ് ഇത് അപഹരിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് കാണുന്നതാണ് നല്ലത്. ഒരു കാരണവശാലും രാത്രി ഇനി ഭയപ്പെടുത്തുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്നതെങ്കിൽ, ഇപ്പം ന്യൂസും ഭയപ്പെടുത്തുന്ന ചാനൽസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ട് കിടക്കുന്നവർക്ക് BP കൂടാൻ വേറെ കാരണങ്ങളൊന്നും നിങ്ങൾ നോക്കി പോകേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പം ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡെഫിനറ്റായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു ശീലം മാറ്റിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനിയും പിന്നെ നല്ല ഒരു ഉറക്കത്തെ പ്രദാനം ചെയ്യാൻ പറ്റിയ ഒരു ശീലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഹം മുഴുവൻ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുക. അതെ, തലയിലും ദേഹത്തും നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുക. അത് നിങ്ങൾ മാത്രമല്ല, പല രോഗികളും പറയാറുണ്ട്. ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറയും ഇവന് 3 വയസ്സായി, ഇവൻ 5 വയസ്സായി, ഇവൻ ഉറങ്ങിയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങളെയും നമ്മൾ ഈ തലയിലും ദേഹത്തും ഒക്കെ നന്നായിട്ട് എണ്ണ തേപ്പിച്ച് കുളിക്കുക. കഫക്കെട്ടുള്ള കുട്ടിയാണെങ്കിൽ അല്ല, അല്ലാതെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ നന്നായി തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് നമ്മളൊന്ന് നോക്കി അവർ നമ്മളെക്കാട്ടി വേഗത്തിൽ ഉറങ്ങും. അപ്പം ഇത് ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇനി വ്യായാമം. എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത്? ഒരു കാരണവശാലും രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ല. എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരം ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്റ്റീവാക്കി നമുക്ക് എപ്പോഴാണ് നിർത്തേണ്ടത്? സ്വാഭാവികമായിട്ടും നമുക്ക് രാവിലെയാണ് ആക്റ്റീവാക്കി നിർത്തേണ്ടത്. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റണമെങ്കിൽ വ്യായാമം ചെയ്യേണ്ടത് രാവിലെയാണ്. ഒരു കാരണവശാലും രാത്രിയല്ല. രാത്രി വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. രണ്ടാമത്, നിങ്ങളുടെ ശരീരത്തിലെ BP കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി ഉള്ള വ്യായാമം ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നടക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഭക്ഷണ കാര്യം നോക്കുകയാണെങ്കിൽ ആസിഡിറ്റി, അതുപോലെ തന്നെ കഫക്കെട്ട്, ഇനി അത് മാത്രമല്ല ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ നെഞ്ചുവേദന, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഇനി പലർക്കും ഉണ്ട്. ചിലപ്പോൾ ഭയങ്കര ചുമച്ച് എഴുന്നേക്കുക. അപ്പോൾ ഇതെന്താണ്? ഇതും ആസിഡിറ്റിയുടെ ഒരു ലക്ഷണമായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ളവരുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ രാത്രി നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കുക. വയറ് നിറച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാൻ നിൽക്കല്. 80% ആഹാരം, 10% വായു, 10% വെള്ളം, ഇങ്ങനെ നിങ്ങൾ വിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഒരു കാരണവശാലും മസാല, എരിവ്, പുളി, ചായ, കോഫി, കഫിനേറ്റഡ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് നേരം ഉണ്ടാവത്തില്ല. ഒരുപാട് പേര് പറയാറുണ്ട് ആസിഡിറ്റി ഉണ്ട്, ബ്ലോട്ടിംഗ് ഉണ്ട്. നിങ്ങളിതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് വെച്ചിട്ട് നിങ്ങൾ കുടിക്കും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് അസുഖത്തെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും നമുക്ക് രാത്രി വേണ്ട. രാത്രി വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് പാല് കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പാലിൽ ഒരു 8-10 ബദാം നന്നായിട്ട് അരച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്.
ഇനി നമ്മൾ നെയ്യ് അല്ലെങ്കിൽ നമ്മൾ എണ്ണ അത് നന്നായിട്ട് നമ്മളൊന്ന് ഉള്ളം കാലം നന്നായിട്ടൊന്ന് തടവിയിട്ട് നമ്മളൊന്ന് കിടക്കുന്നതും നല്ലതായിരിക്കും. ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉറക്കം എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇനി സ്ട്രെസ്സ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും തരിക അല്ലേ? അപ്പം ചെന്ന ഉടനെ നിങ്ങൾക്ക് ഉറക്കഗുളിക എഴുതി തരിക ആയിരിക്കില്ല ചെയ്യുക. അപ്പോൾ ഒരു ഡോക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശിരോധാര, തക്രധാര ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്തവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉറങ്ങാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു മാന്ത്രികതയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ശിരോധാര, തക്രധാര, തലപൊതിച്ചിൽ, അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറിച്ച് തരും. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. അപ്പം ഉറക്കം നന്നാവാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഡോക്ടർ അതനുസരിച്ചുള്ള മരുന്നുകൾ, അതായത് ഉള്ളിലെ നമ്മുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ഡോക്ടർ തരുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന്, ഉറക്കം നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഉറക്കം ശരിയായെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കും.